ഇത് ഇപ്പം ഈ ഒരു സ്പിരിച്വൽ ഈ ഒരു അറിവുകൾ എങ്ങനെ ഇപ്പം ആ ഒരു മഷ്റൂം ഓക്കെ, അതല്ല ഇതൊക്കെ എങ്ങനെ എൻ്റെ ഉള്ളിൽ എൻ്റെ മനസ്സിലേക്ക് ഇത് എങ്ങനെ എത്തി എന്ന് എപ്പോഴെങ്കിലും ഒരു ചോദ്യം സ്വയം ചോദിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് വൈ മീ എന്നുള്ളതല്ല, ജസ്റ്റ് ഒരു പ്രോഗ്രഷൻ ഓഫ് മെച്യൂരിറ്റി ആണ് ഞാൻ ചോദിക്കുന്നത്. ഇപ്പം ലെനയുടെ കൂടെ അന്ന് കൊടൈക്കനാലിൽ പോയ ഒരുപാട് പേര് അതവരൊക്കെ മഷ്റൂം കഴിച്ചിട്ടുണ്ടാവും, പക്ഷെ ലെനയ്ക്ക് മാത്രമാണ് എക്സാക്ട്ലി. അതായത് ഞാൻ റെഡിയായിരുന്നു ജന്മങ്ങളായിട്ട് ചെയ്തിട്ടുള്ള റിഹേഴ്സൽസ് കാരണം, ചെയ്ത പണി കാരണം, ഈ അന്വേഷണം കാരണം. ഇത് പെട്ടെന്നൊരു ദിവസത്തിൽ പൊട്ടിമുളച്ചൊരു ചോദ്യമല്ലോ. എന്തുകൊണ്ട് ഞാൻ അവിടെ മഷ്റൂംസ് കഴിച്ചിട്ട് ഇരുന്ന് ഐ വോണ്ട് ടു നോ ഗോഡ്, വാട്ട് ഈസ് ഗോഡ് എന്ന് ചോദിച്ചാൽ എന്തിനാണ് മെഡിറ്റേഷനിലിരിക്കുന്നത്? വേറെ ആരെങ്കിലും അത് ചെയ്തോ? എല്ലാവരും ഒരേ പ്രോസസ്സ് ചെയ്തിട്ട് എനിക്ക് മാത്രമേ കിട്ടിയുള്ളൂ എങ്കിൽ അതിലും ഉണ്ടോ ഒരു ചോദ്യം. പക്ഷെ നമ്മളെല്ലാവരും പല ലെവലിൽ മെച്യൂരിറ്റിയുള്ള സോൾസാണ്. സ്നേക്സ് ആൻഡ് ലാഡേഴ്സിൻ്റെ ഗെയിമാണ്. പലരും 58 ഇരുന്ന ആൾ പെട്ടെന്ന് 7 വരും. ഏതോ ഒരു കർമ്മ കാരണം എന്തോ ഒരു കർമ്മം ചെയ്തു, സംതിങ് ചെയ്തു, നേരെ സ്നേക്ക് കഴിച്ചു നമ്മൾ. അപ്പം ഞാനിങ്ങനെ കുറേ പ്രാവശ്യം ഈ കളിച്ച് 99 ഇപ്പം നമ്മൾ കാണില്ലേ, ചില പിള്ളേർ 3 വയസ്സിൽ തന്നെ ഗുണ്ടായിസം കാണിക്കുന്നു, 3 വയസ്സിൽ ഡ്രംസ്, 1.5 വയസ്സുള്ള പിള്ളേർ ഡ്രംസ് കളിക്കുന്നു, പിയാനോ വായിക്കുന്നു. ഇതൊക്കെ എങ്ങനെ സാധിക്കും? മുൻജന്മങ്ങളിൽ അത്രേ പറ്റുള്ളൂ. അപ്പോൾ ആ ജന്മങ്ങളുടെ വാസന വളർന്ന് മെച്യൂരിറ്റി എത്തുന്നതാണ്. ഞാനൊരു ഓൾഡ് സോളാണ്, ഒരു മെച്യൂർ സോളാണ്. അപ്പോൾ സമയമായി അങ്ങ് വിരിയാൻ, ആ പൂ വിരിഞ്ഞു, ആ കഴിഞ്ഞു, ഇനി അത് കൊഴിഞ്ഞു വീണു, അത്രേ ഉള്ളൂ. ഇനിയൊരു ജന്മം അങ്ങനെ ഒരു ചിന്ത ഉണ്ടോ? അല്ല, ഇനിയൊരു ജന്മം യൂഷ്വലി നമ്മുടെ സ്ക്രിപ്റ്റേഴ്സിൽ പറയുന്നത് ഈ അറിവ് മനസ്സിലായാൽ, ഞാൻ ആരാണെന്ന് ഞാൻ മനസ്സിലായാൽ സ്റ്റോറി ഓവർ. അത്രേ ഉള്ളൂ. കളി നടക്കുന്നത് കംപ്ലീറ്റ്ലി ഞാൻ ആരാ എന്നുള്ളതാണ് കളിയുടെ പേര്. നമ്മൾ ജനിക്കുമ്പോൾ മുതൽ ആ ഒരു ആൻസർ കണ്ടെത്തിയാൽ ഇനി എന്തിനാ വന്നിട്ട് ഇതേ കളി കളിക്കുന്നത്? ഇനി ഉണ്ടാവില്ലെന്നാണ് സ്ക്രിപ്റ്റേഴ്സ് പറയുന്നത്. നമുക്കെങ്ങനെ ഉറപ്പിച്ച് പറയാൻ പറ്റും? അതിന് ഞാൻ മരിക്കേണ്ടി വരും. മരിച്ചാൽ പക്ഷേ എനിക്ക് തിരിച്ചു വന്ന് പറയാൻ പറ്റില്ല. Catch 22. ഈ മരണം എന്ന് പറഞ്ഞപ്പോഴാണ് നമ്മൾ ഒരുപാട് ന്യൂസുകളിലൊക്കെ വായിച്ചിട്ടുണ്ട്, എന്തെങ്കിലും ജീവൻ എന്ന് പറയുന്ന ആ സത്യത്തെ സയൻസ് കണ്ടുപിടിക്കുമെന്നും അന്ന് തിരിച്ച് ഉയർത്തെഴുന്നേറ്റ് വരാൻ വേണ്ടി ഒരുപാട് കോടീശ്വരന്മാരുടെ ബോഡി ഇതുപോലെ സൂക്ഷിച്ചുണ്ടെന്നും പറഞ്ഞ് നമുക്ക് അതിൻ്റെ ഒരുപാട് വീഡിയോസൊക്കെ അവൈലബിൾ ആണ്, അതിൻ്റെ ആർട്ടിക്കിൾസ് ഒക്കെ അവൈലബിൾ ആണ്. അപ്പം അതിലൊക്കെ എന്തെങ്കിലും സാധ്യതകളുണ്ടോ? ഈ പുനർജന്മം ഇങ്ങനെ ഈ ലെന പറയുന്ന കാര്യങ്ങളും ഇവർ പറയുന്ന കാര്യങ്ങളും തമ്മിൽ എന്തെങ്കിലും മാച്ചുണ്ടോ? ജീവൻ വിചാരിച്ചാൽ സംഭവിക്കും. അതിന് ജീവൻ വിചാരിക്കണം, നമുക്ക് പറയാൻ പറ്റില്ല. വി ഡോണ്ട് നോ വാട്ട് ലൈഫ് വിൽ വാണ്ട് ടു ഡു നെക്സ്റ്റ്. ഇപ്പോൾ AI ഉണ്ടാവും എന്ന് നമ്മളൊരു 20 കൊല്ലം മുമ്പ് നമ്മളോട് പറഞ്ഞായിരുന്നെങ്കിൽ, നമ്മളോട് സെൽഫോണിനെ കുറിച്ച് തന്നെ ഒരു 10-30 കൊല്ലം മുമ്പ് പറഞ്ഞാൽ നമ്മളൊക്കെ ചിരിക്കും. അതുകൊണ്ട് ഇതൊന്നും നമ്മുടെ ലിമിറ്റഡ് മെൻ്റൽ കപ്പാസിറ്റിയുടെ ഉള്ളിലുള്ള അറിവല്ല. നമുക്ക് ഒന്നും ഡെഫിനറ്റ്ലി അല്ലെങ്കിൽ നെവർ എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ സയൻസ് എപ്പോഴും പ്രകൃതിനെ മനസ്സിലാക്കാൻ നോക്കുന്ന ഒരു സാധനമാണ്. നമ്മുടെ ഒരു ടൂളാണ് സയൻസ്. നമ്മൾ ബുദ്ധിപരമായി മനസ്സുകൊണ്ട് ഞാൻ എന്താന്ന് തെളിയിക്കാൻ നോക്കുകയാണ്. അത് നമ്മുടെ മനുഷ്യ മനസ്സിൻ്റെ ഒരു എന്താ പറയുക, വിനോദമാണ് സയൻസ്. നമുക്കിഷ്ടമാണ് സാധനങ്ങൾ പ്രൂവ് ചെയ്യാൻ, അത്രയേ ഉള്ളൂ. ഓൾറെഡി ഉള്ള സാധനങ്ങളല്ലേ പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ജീവൻ എന്താണെന്ന് പോലും അറിയാത്ത ലെവലിൽ എങ്ങനെ ജീവനെ സൃഷ്ടിക്കും? ആര് സൃഷ്ടിക്കും? എന്തിൽ നിന്ന് സൃഷ്ടിക്കും? അതിനുള്ള ഒരുപാട് പരീക്ഷണങ്ങളും നടത്തിക്കോട്ടെ, അതൊരു വിനോദമാണ്. അതെന്താ സംഭവിക്കുന്നത്? അതൊരിക്കലും സംഭവിക്കില്ല എന്ന് തന്നെയാണ്. അല്ല, നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കൂ, ആരാണിത് ചെയ്യാൻ നോക്കുന്നത്? എന്തുകൊണ്ടുണ്ടാക്കും? എങ്ങനെ? ജസ്റ്റ് ചിന്തിച്ചുകൊണ്ടിരുന്നാൽ മതി, ജസ്റ്റ് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നാൽ മതി. ഹൗ, വെൻ, വേർ, വൈ, എങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നാൽ മതി എന്തിനും. അപ്പോൾ നമുക്ക് ഈ ഉത്തരം മുട്ടുന്ന സ്ഥലങ്ങൾ വരുമ്പോഴാണല്ലോ അതിൻ്റെ ഒരു ത്രില്ല്. എന്നിട്ട് ഇനിയും ചോദിക്കുക. എനിക്കെപ്പോഴും തോന്നിയിട്ടുള്ളൊരു ഡൗട്ടാണ്. ഡൗട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ മണ്ടത്തരാണെന്ന് എനിക്കറിയില്ല. ഈ നമ്മളിപ്പോൾ ഒരാൾ മരിക്കുന്നു എന്ന് പറയുന്നു, പല ഇപ്പം കോൺസ്പിറസി തിയറികളും അങ്ങനെയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ഒരു
ചില്ലുകൂട്ടിലിട്ട ഒരാളുടെ ദേഹത്ത് നിന്നും ജീവൻ പോയപ്പം കൂട് പൊട്ടിപ്പോയി എന്ന് പറഞ്ഞ ഒരുപാട് തിയറി നമ്മളിപ്പോൾ യൂട്യൂബും ഗൂഗിളും അങ്ങനെ ഒരുപാട് ഈ പിന്നെ ഒരു 28 grams വെയിറ്റ് വെയിറ്റ് കുറഞ്ഞു 21 ഗ്രാംസ് 21 grams ഗൂഢാലോചന സിദ്ധാന്തം കോൺസ്പിറസി തിയറികൾ ഒരുപാടുണ്ട്. ഇങ്ങനെ ചില്ല് പൊട്ടിപ്പോയി അതാണ് എനർജി പോയി എന്നൊക്കെ ഇപ്പോൾ പറഞ്ഞത്. അപ്പോൾ ഈ ഇപ്പം മനുഷ്യന് ഇന്നോളം വളർന്ന മനുഷ്യന് ഒരു ശരീരത്തിനെയും അതിൻ്റെ ഓർഗൻസിനെയൊക്കെ അതേപോലെ ക്രിയേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ടാവും. പക്ഷെ അതിലേക്ക് എന്തോ ഒരു സാധനം കൊടുത്താലേ അത് ഓണാവുള്ളൂ. അതെന്തായിരിക്കും ശരിക്കും ഈ ജീവൻ? അതാണ് ജീവൻ. അതാ ഞാൻ പറഞ്ഞത്, വാട്ട് ഇസ് ജീവൻ? കോൺഷ്യസ് എനർജി. വെറുതെ ഷോക്ക് അടിപ്പിച്ചാൽ പോരാ, കോൺഷ്യസ്നെസ് വേണം, ബോധമുള്ള ഊർജം, അതാണ് ജീവൻ. അതൊരിക്കലും ഉണ്ടാക്കാൻ പറ്റില്ല. അതാരുണ്ടാക്കും? ഈ ബോധമുള്ള ഊർജം ഓൾറെഡി ഉണ്ടല്ലോ. അതെങ്ങനെ ഇനി ഒരെണ്ണത്തിന് ഉണ്ടാക്കേണ്ട കാര്യമില്ല, ഓൾറെഡി ഉണ്ട്. അത് വിചാരിക്കുന്ന പോലെ എല്ലാം നടക്കുകയുള്ളൂ. ഈ മനസ്സ് വിചാരിക്കുന്നത് അത് അങ്ങോട്ട് കയറി ഭരിക്കുന്നു. ഈ മനസ്സ്, ഈ ബോധമുള്ള ഊർജം ഉണ്ടാക്കിയ ഒരു ശരീരം ഇല്ലെങ്കിലും മനസ്സില്ല. ശരീരം മനസ്സ് ദേ ആർ എ കോംബോ. അതുകൊണ്ട് ശരീരവും മനസ്സും എന്നല്ല, മനസ്സ്. ബിക്കോസ് ഹാർഡ്വെയറും സോഫ്റ്റ്വെയർ ആണ്. സോഫ്റ്റ്വെയർ ഇല്ലാണ്ട് ഹാർഡ്വെയർ കൊണ്ട് ഗുണമില്ല. രണ്ടും ടുഗദർ വേണം. അപ്പോൾ ഇതിനെയൊക്കെ ചലിപ്പിക്കുന്ന സാധനമാണ് ഈ പറഞ്ഞ ഞാൻ, അല്ലെങ്കിൽ ജീവൻ, അല്ലെങ്കിൽ പ്രാണൻ, അല്ലെങ്കിൽ യൂണിവേഴ്സ്, അല്ലെങ്കിൽ ദൈവം, അല്ലെങ്കിൽ എന്ത് വേണമെങ്കിലും വിളിച്ചോളൂ. ബോധമുള്ള ഊർജം. ആ ബോധമുള്ള ഊർജമാണ് ഈ ശരീരം മനസ്സിനെ, ആ ബോധമുള്ള ഊർജത്തിനെ പ്രൂവ് ചെയ്യാൻ പറയുന്നത്. അപ്പോൾ ഒരു ദിവസം വേണമെങ്കിൽ അത് പ്രൂവ് ചെയ്യും. പക്ഷെ പുതിയൊരു സാധനമൊന്നുമല്ല ഉണ്ടാക്കുന്നത്. അതിൻ്റെ തന്നെ എന്താ പറയുക, അസ്തിത്വം എന്നാണോ വാക്ക്? അസ്തിത്വം. അതിൻ്റെ തന്നെ അസ്തിത്വത്തിനെ പ്രൂവ് ചെയ്യുന്നു നമ്മളിലൂടെ. ഉള്ളതിനെ പ്രൂവ് ചെയ്യുന്നു നമ്മളിലൂടെ. എങ്ങനെ ക്രിയേറ്റ് ചെയ്യും? ആര് ക്രിയേറ്റ് ചെയ്യും? അത് ഓൾറെഡി എല്ലാം ഉള്ളതിനെ കണ്ടുപിടിക്കുന്നു, ഉള്ളതിനെ പ്രൂവ് ചെയ്യുന്നു, തെളിയിക്കുന്നു. അത്രയേ ഉള്ളൂ. നമുക്ക് തെളിവാണല്ലോ വലിയ കാര്യം. അപ്പോൾ തെളിയിച്ചു എന്ന് പറഞ്ഞ് തെളിയിക്കുകയാണ്. ആ മനസ്സിനെ വരെ, ഈ തെളിയിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന മനസ്സിനെ പോലും ചലിപ്പിക്കുന്നത് അയാളുടെ ഉള്ളിലെ ജീവനാണ്. എന്നിട്ട് അയാൾ ജീവൻ എന്താണെന്ന് പ്രൂവ് ചെയ്യാൻ നിൽക്കുകയാണ്. വെരി ഗുഡ്. ജീവൻ പ്രൊമോട്ട് ചെയ്യും. കമോൺ, കുറച്ചുകൂടെ പരിശ്രമിക്കുമെന്ന് പറയും. അത്രയേ ഉള്ളൂ. പുതുതായിട്ടൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല നമുക്ക്. ഇപ്പം ഈ ജീവൻ എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ ചോദിക്കട്ടെ, എന്താണ് മരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും അത്? ജീവൻ ഈ ശരീര മനസ്സിനെ വിട്ട് പോകുന്നതാണ് മരണം. എങ്ങോട്ട് ഇപ്പം പോകുന്നു എന്ന് പറയുമ്പോൾ എവിടെ പോകുന്നു? ഇതാ ഇവിടെ പോകുന്നു. ഇപ്പം എങ്ങനെയാണ് ജീവിച്ചിരിക്കുന്നത്? കുറച്ച് നേരം മൂക്കും വായ അങ്ങ് പൊത്തിയാൽ അപ്പം തന്നെ മരിക്കും. വിതിൻ 2 minutes മരിക്കും. ഇത്രയല്ലേ ഉള്ളൂ ശരീര മനസ്സ്.